വീഡിയോ നിങ്ങൾക്കായി സ്പോൺസർ ചെയ്യുന്നത് എഡ്യൂക്വസ്റ്റ് ആണ്. എഡ്യൂക്വസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, സ്റ്റോക്ക് മാർക്കറ്റ്, കോഡിംഗ് തുടങ്ങിയ വിവിധയിനം വിഷയങ്ങളിൽ സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സുകളാണ് ഒരുക്കിയിരിക്കുന്നത്. സ്വയം പഠിക്കാവുന്ന ക്ലാസുകളും വിദഗ്ധ പരിശീലകരോടൊപ്പം ലൈവ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്. ഗെയിമിഫൈഡ് പഠന രീതിയിലൂടെ വിദ്യാർത്ഥികൾക്ക് യഥാർത്ഥ പ്രായോഗിക പ്രൊജക്റ്റുകളിൽ പരിശീലിക്കാനുമുള്ള സൗകര്യമുണ്ട്. കോഴ്സുകൾ തമിഴിലും ഇംഗ്ലീഷിലുമാണ് ലഭ്യമായിട്ടുള്ളത്. സർട്ടിഫിക്കേഷൻ നേടി നിങ്ങളുടെ കരിയർ മുന്നോട്ട് നയിക്കുവാൻ വില കുറഞ്ഞ കോംബോ ഓഫറുകളും എഡ്യൂക്വസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. എഡ്യൂക്വസ്റ്റിന്റെ കോഴ്സുകൾക്ക് ജോയിൻ ചെയ്യാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് സന്ദർശിക്കുക. The struggle to find courses that truly speak your language, it's finally over. Welcome to EduQuest, where learning is made just for you. At EduQuest, we bring you a wide range of online courses, from career building programs to skill boosting masterclasses, all in your regional language. Because we believe language should never be a barrier to success. Our courses are tailor-made after understanding what today's learners really need. So why wait? Start learning the smarter, simpler way only with EduQuest. Visit eduquest.courses and explore your next course today. And hey, don't miss out on our exciting offers and promotions. കമൽ ഹാസൻ ഭാഗം 3. തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയിൽ പരമക്കുടി എന്ന സ്ഥലത്താണ് കമൽ ഹാസൻ ജനിച്ചത്. അച്ഛൻ പ്രശസ്ത ക്രിമിനൽ വക്കീലായിരുന്ന ഡി ശ്രീനിവാസൻ, അമ്മ രാജലക്ഷ്മി. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ കമലഹാസന് പാർത്ഥസാരഥി എന്നാണ് പേരിട്ടത്. കമലഹാസൻ ആ കുടുംബത്തിലെ 4 മക്കളിൽ ഏറ്റവും ഇളയതായിരുന്നു. മറ്റു മക്കൾ ചാരുഹാസൻ, ചന്ദ്രഹാസൻ, നളിനി രഘു എന്നിവർ. തൻ്റെ മക്കൾ എല്ലാവരും നന്നായി വിദ്യാഭ്യാസം ചെയ്യണമെന്ന് ആ പിതാവ് ആഗ്രഹിച്ചു. ചാരുഹാസനും ചന്ദ്രഹാസനും പിതാവിൻ്റെ പാത പിന്തുടർന്ന് നിയമം പഠിച്ചു. കമൽഹാസൻ ചെറുപ്പത്തിൽ സ്കൂൾ പഠനമൊഴിച്ച് മറ്റു പഠനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. 2 ചിത്രങ്ങളിൽ കമൽഹാസൻ തൻ്റെ മാതാപിതാക്കളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഉന്നൈ പോലൊരുവൻ എന്ന ചിത്രത്തിലും ദശാവതാരത്തിലെ ഒരു ഗാനരംഗത്തിലും. കമൽഹാസന്റെ ഏറ്റവും മൂത്ത സഹോദരൻ ചാരുഹാസൻ ദേശീയ അവാർഡ് നേടിയ ഒരു അഭിനേതാവ് കൂടിയാണ്. ചാരുഹാസന്റെ മകളാണ് പ്രശസ്ത അഭിനേത്രിയും സംവിധായകൻ മണിരത്നത്തിൻ്റെ ഭാര്യയുമായ സുഹാസിനി. രണ്ടാമത്തെ സഹോദരൻ ചന്ദ്രഹാസൻ അവരുടെ സിനിമാ നിർമ്മാണ കമ്പനിയായ രാജ്കമൽ ഇന്റർനാഷണലിൻ്റെ കാര്യനിർവഹണം നടത്തുന്നു. കമൽഹാസന്റെ സഹോദരി നളിനി രഘു ഒരു നൃത്ത അധ്യാപിക ആണ്. നളിനിയുടെ മകൻ കമൽഹാസന്റെ ഹേറാം എന്ന സിനിമയിൽ കമൽഹാസന്റെ പൗത്രനായി അഭിനയിച്ചിട്ടുണ്ട്. കമൽഹാസന്റെ വ്യക്തിജീവിതം സിനിമാ ജീവിതം പോലെ അത്ര സമ്പന്നം അല്ലായിരുന്നു. മാധ്യമങ്ങൾ ഒരുപാട് ചൂഷണം ചെയ്ത തിരിച്ചടികൾ നേരിട്ട ഒരു കുടുംബജീവിതം ആയിരുന്നു കമൽഹാസൻ്റേത്. 1970കളിൽ കമൽഹാസന്റെ കൂടെ ധാരാളം സിനിമകളിൽ അഭിനയിച്ചിരുന്ന പ്രശസ്ത നടിയായിരുന്ന ശ്രീവിദ്യയുമായി അദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്നു. ഈ ബന്ധം 2008 പുറത്തിറങ്ങിയ മലയാളം സിനിമയായ തിരക്കഥയിൽ സംവിധായകൻ രഞ്ജിത്ത് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ശ്രീവിദ്യയുടെ അവസാന നാളുകളിൽ അവർ കമൽഹാസനെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. ഇതറിഞ്ഞ കമൽഹാസൻ അവരെ ആശുപത്രി കിടക്കക്കരികിൽ വന്ന് കണ്ടിരുന്നു. ഇതാണ് തൻ്റെ സിനിമയ്ക്ക് പ്രചോദനമായതെന്ന് സംവിധായകൻ രഞ്ജിത്ത് പറയുന്നു. കൂടാതെ തൻ്റെ പ്രിയപ്പെട്ട അഭിനേത്രി കൂടിയായ ശ്രീവിദ്യയ്ക്കുള്ള ഒരു സമർപ്പണം കൂടിയാണ് ഈ ചിത്രം എന്നും രഞ്ജിത്ത് കൂട്ടിച്ചേർത്തു. 1978 തൻ്റെ 24ാമത്തെ വയസ്സിൽ നർത്തകിയായിരുന്ന വാണി ഗണപതിയെ വിവാഹം ചെയ്തു. കമൽഹാസന്റെ ചിത്രങ്ങളുടെ വസ്ത്രാലങ്കാരം പിന്നീട് വാണി ഏറ്റെടുക്കുകയായിരുന്നു. 10 വർഷത്തിന് ശേഷം ഈ ദമ്പതികൾ വേർപിരിഞ്ഞു. അതിനുശേഷം കമൽഹാസൻ അഭിനേത്രി ആയിരുന്ന സരികയെ വിവാഹം ചെയ്തു. രണ്ടാമത്തെ കുഞ്ഞുണ്ടായതിനു ശേഷമാണ് കമൽഹാസനും സരികയും ഔദ്യോഗികമായി വിവാഹിതരാവാൻ തീരുമാനിച്ചത്. ഈ ബന്ധത്തിലുണ്ടായ കുട്ടികളാണ് ശ്രുതി ഹസനും അക്ഷര ഹസനും.
ശ്രുതി ഹാസൻ ഒരു അഭിനേത്രിയാണ്. അക്ഷര ഹാസൻ ബാംഗ്ലൂരിൽ ഉന്നത പഠനം നടത്തുന്നു. കമൽ ഹാസനുമായുള്ള വിവാഹത്തിനു ശേഷം സരിക അഭിനയത്തോട് വിട പറഞ്ഞു. കമൽ ചിത്രങ്ങളുടെ വസ്ത്രാലങ്കാരം പിന്നീട് സരിക ഏറ്റെടുത്തു. 2002 ഇവർ വിവാഹമോചനത്തിന് തയ്യാറായി. 2004 സരിക കമൽ ഹാസനിൽ നിന്നും അകന്നു. കമൽ ഹാസന്റെ സഹപ്രവർത്തകയും അഭിനേത്രിയുമായുള്ള സിമ്രനുമായുള്ള ബന്ധമാണ് ഈ വേർപിരിയലിന് കാരണം. എന്നാൽ പിന്നീട് സിമ്രൻ തൻ്റെ ബാല്യകാല സുഹൃത്തിനെ വിവാഹം ചെയ്യുകയുണ്ടായി. കമൽ ഹാസൻ ഇപ്പോൾ മുൻ അഭിനേത്രിയും തൻ്റെ തന്നെ പല ചിത്രങ്ങളിലും സഹപ്രവർത്തകയുമായിരുന്ന ഗൗതമിയോടൊപ്പമാണ് ജീവിക്കുന്നത്. ഗൗതമിയുടെ രോഗാതുരമായ കാലഘട്ടങ്ങളിൽ അവരെ കമൽ ഹാസനാണ് സഹായിച്ചിരുന്നത്. കമൽ ഹാസന്റെ പുത്രിമാരായ ശ്രുതി ഹാസനും അക്ഷര ഹാസനും ഗൗതമിയുടെ മകളായ സുബലക്ഷ്മിയും ഇവരോടൊപ്പം ആണ് താമസിക്കുന്നത്. ഒരു ഹിന്ദു ബ്രാഹ്മിൺ കുടുംബത്തിലാണ് കമൽ ഹാസൻ ജനിച്ചതെങ്കിലും ഒരു നിരീശ്വരവാദിയായിട്ടാണ് അദ്ദേഹം ജീവിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ചില ചിത്രങ്ങളിൽ ഈ നിരീശ്വരവാദ കാഴ്ചപ്പാട് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അൻപേ ശിവം, ദശാവതാരം എന്നിവയാണ് ഈ ചിത്രങ്ങൾ. അറബിക് പേരുമായുള്ള തൻ്റെ പേരിൻ്റെ സാമ്യം അദ്ദേഹം ഒരു മുസ്ലിം ആയി തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. കമൽ ഹാസൻ എന്ന പേരിലെ ഹാസൻ എന്ന ഭാഗം അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ സുഹൃത്തായിരുന്ന യാക്കൂബ് ഹാസൻ്റെ പേരിൽ നിന്നും ലഭിച്ചതാണെന്ന സ്ഥിരീകരിക്കപ്പെടാത്ത ഒരു കഥയുണ്ടായിരുന്നു. യാക്കൂബ് ഹാസൻ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. കമൽ ഹാസന്റെ പിതാവും യാക്കൂബ് ഹാസനും ഒരുമിച്ച് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ജയിലിൽ കിടന്നിട്ടുണ്ട്. അക്കാലത്ത് ബ്രാഹ്മണരോട് ദേഷ്യം പുലർത്തിയിരുന്ന മുസ്ലിം തടവുകാരുടെ ആക്രമണത്തിൽ നിന്നും വെറുപ്പിൽ നിന്നും കമൽഹാസന്റെ പിതാവിനെ സംരക്ഷിച്ചിരുന്നത് ഇദ്ദേഹമായിരുന്നു. എന്നാൽ പിന്നീട് കമൽഹാസൻ ഒരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി, ഈ യാക്കൂബ് ഹാസൻ ബന്ധം മാധ്യമങ്ങൾ ആഘോഷിച്ച ഒരു കഥ മാത്രമാണെന്നും തൻ്റെ പിതാവിന് അങ്ങനെയൊരു ആഗ്രഹമുണ്ടായിരിക്കാം എന്നും, പക്ഷേ പേരിൻ്റെ കൂടെയുള്ള ഹസൻ എന്നത് ഹാസ്യ എന്ന സംസ്കൃത പദത്തിൽ നിന്നും ഉണ്ടായതാണ് എന്നും കമൽ ഹാസൻ വിശദീകരിക്കുന്നു. രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ. രാഷ്ട്രീയത്തിലേക്ക് വരാൻ പലരും അദ്ദേഹത്തെ നിർബന്ധിച്ചെങ്കിലും അതിൽ നിന്നെല്ലാം കമൽ ഹാസൻ ഒഴിഞ്ഞു നിൽക്കുകയായിരുന്നു. രാഷ്ട്രീയ പാർട്ടികളോട് ഒരു സമദൂര സിദ്ധാന്തമാണ് അദ്ദേഹം ആദ്യം സ്വീകരിച്ചത്. പിന്നീട് അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയും ചെയ്തു. കമൽ ഹാസന് ഇന്ത്യൻ സർക്കാർ പത്മശ്രീ ബഹുമതി നൽകി ആദരിച്ചിട്ടുണ്ട്. തൻ്റെ 7ാമത്തെ വയസ്സിൽ ആദ്യ ചലച്ചിത്രത്തിന് പ്രസിഡന്റിന്റെ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയിട്ടുണ്ട്. കളത്തൂർ കണ്ണമ്മ എന്ന ചിത്രത്തിലെ അഭിനയത്തിനായിരുന്നു ഇത്. ഏറ്റവും കൂടുതൽ തവണ മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിയ നടൻ എന്നുള്ള റെക്കോർഡും കമൽ ഹാസനാണ്. 4 തവണ ഈ ബഹുമതി കമൽ ഹാസൻ നേടിയിട്ടുണ്ട്. കൂടാതെ 19 തവണ ഫിലിം ഫെയർ അവാർഡും അദ്ദേഹം കരസ്ഥമാക്കി. 2003 അദ്ദേഹത്തിൻ്റെ 4 സിനിമകൾ റോട്ടർഡാം ഫിലിം ഫെസ്റ്റിവലിൽ പ്രത്യേക പ്രദർശനാനുമതി നൽകി പ്രദർശിപ്പിച്ചിട്ടുണ്ട്. 2004 വിരുമാൻ ടിപ്പുക്കോൺ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ഏഷ്യൻ ഫിലിം എന്ന അവാർഡ് നേടുകയുണ്ടായി. 2005 സത്യഭാമ യൂണിവേഴ്സിറ്റി കമൽഹാസനോടുള്ള ആദരപൂർവ്വം ഡോക്ടറേറ്റ് സമ്മാനിച്ചു. ഷെവലിയർ ശിവാജി ഗണേശൻ അവാർഡ് ഫോർ എക്സലൻസ് കമൽഹാസന് ലഭിച്ചു. 2007 ഫിക്കിയുടെ ലിവിംഗ് ലെജൻഡ് അവാർഡ് UPS സർക്കാർ കമൽഹാസനോടുള്ള ആദരപൂർവ്വം അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളുടെ ഒരു മേള സംഘടിപ്പിക്കുകയുണ്ടായി. കേരള സർക്കാർ കമൽഹാസന്റെ സിനിമാ ജീവിതത്തിൻ്റെ 50 കൊല്ലം പ്രമാണിച്ച് അദ്ദേഹത്തെ ആദരിച്ചു. തമിഴ്നാട് സർക്കാർ കമൽഹാസന് കലൈമാമണി അവാർഡ് നൽകി ആദരിച്ചു. 2009 ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി മീഡിയ വിഭാഗം ചെയർമാനായി അവരോധിക്കപ്പെട്ടു. ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് ഫിലിം ആൻഡ് മീഡിയ അക്കാദമിക്ക് അഡ്വൈസറി കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. കമൽഹാസന് ഇന്ത്യൻ സിനിമയിൽ പരക്കെ ആദരവും ബഹുമാനവും ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യക്ക് പുറത്ത് ജനിച്ചിരുന്നുവെങ്കിൽ നിരവധി തവണ ഓസ്കാർ അവാർഡുകൾ ഇതിനോടകം ഈ നടനെ തേടിയെത്തുമായിരുന്നു എന്ന് ചിലർ അദ്ദേഹത്തിൻ്റെ അതുല്യ നടന വൈഭവത്തെ പുകഴ്ത്തുന്നു. കമൽഹാസന് എല്ലാവിധ ഭാവുകങ്ങളും അഭിനന്ദനങ്ങളും നേർന്നുകൊള്ളുന്നു.